ഷിജു ഖാൻ ഈ അഡ്മിറ്റ് ചെയ്യൽ ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടർ ഷിജു ഖാൻ ഇപ്പോൾ പാർട്ടി അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഘട്ടത്തിലാണ് സമ്മതിച്ചതെന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. അന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കുത്തിത്തിരിപ്പാണ് എന്ന പ്രതികരണമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ വന്നത്. ഇതിപ്പോൾ കോടതിയിൽ ഒരു ഹർജി വരുന്നു, കോടതി അതിശക്തമായി പ്രതികരിക്കുന്നു എന്ന ഘട്ടം വരുമ്പോഴാണ് നിങ്ങൾക്ക് തുടർ ഭരണത്തിൻ്റെതായ ഒരു അധികാര പ്രമത്ത തലയ്ക്ക് പിടിച്ചു എന്നതിനു ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് അതിനെ വിലയിരുത്തിയാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇതൊരു ചെറിയ പരിപാടിയല്ല, ഇത് തലസ്ഥാനത്തേതാണ്. ഇത് വഞ്ചൂരിലാണ്. വഞ്ചൂർ എന്ന പ്രദേശം തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാവുന്നതാണ്. ഈ പരിപാടി നടന്നത് ഒരു റോഡ് കൊട്ടിയടച്ചുകൊണ്ടാണ്. അപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ സ്കൂളുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ഈ പരിപാടി നടന്നതിൻ്റെ തൊട്ട് മുന്നിലാകട്ടെ കോടതിയാണ്, വഞ്ചൂർ കോടതിയാണ്. അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ കോടതി ആയാലും പോലീസ് സ്റ്റേഷനായാലും അതിൻ്റെ മുന്നിൽ ഞങ്ങൾ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചാൽ ഞങ്ങൾ നടത്തിയിരിക്കും എന്നൊരു ധാർഷ്ട്യം അതിന് മുന്നിലില്ലേ? അതാണ് കോടതിയും ചോദിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം. അതിലൂടെ സ്കൂൾ കുട്ടികൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ, ഇതൊക്കെ തടയുന്ന രീതിയിൽ ആ വഴി കുട്ടിയടക്കിയാണ്. അപ്പോൾ പോലീസ് പറയുന്നത് സർക്കുലറുണ്ട്, ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള സർക്കുലറുണ്ട്. ശരിയാണ്, കോടതി ഉത്തരവുണ്ട്. കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ടല്ലോ, റോഡുകളിൽ ഈ തരത്തിൽ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് അവിടെ നിലനിൽക്കുമ്പോഴാണ്. അതാണ് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു റോഡ് കൊട്ടിയടച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ സമ്മേളനം നടത്താമെന്ന ആലോചന ഉണ്ടാകുന്നത്. അത് ഒരു തലയിൽ മാത്രം ഒതുച്ച ബുദ്ധിയായിരിക്കില്ലല്ലോ. വഞ്ചൂർ എന്നൊരു സ്ഥലത്ത് സമ്മേളനം നടത്താമെന്ന് തീരുമാനിക്കുമ്പോൾ പാർട്ടി അത് ആലോചനകൾ ഏതൊക്കെ തലത്തിൽ നടത്തിയിട്ടുണ്ടാകും? അപ്പോൾ ഇത് ഈ വിവാദമായ ശേഷം, കോടതിയുടെ അതിശക്തമായ പ്രതികരണങ്ങൾ വന്ന ശേഷം, അപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇതൊരു പിഴവാണ് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ആരുടെയൊക്കെ പിഴവെന്ന ചോദ്യമുണ്ട്. വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുത്തു, കുറേ ചോദ്യങ്ങളെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. പോലീസിനെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ ഷിജു ഖാൻ? സ്മൃതി, നിങ്ങൾ വാസ്തവത്തിൽ ഈ വഞ്ചൂർ സംഭവത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ വിവിധങ്ങളായ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പൊതു സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ 180-ലധികം ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയും അവിടെ ഞങ്ങൾ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. 19 ഏരിയ സമ്മേളനങ്ങളും ആ ഏരിയ സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടികളായി 100 കണക്കിന് സാംസ്കാരിക കൂട്ടായ്മകളും അതോടൊപ്പം വിവിധ പൊതുയോഗങ്ങളും ഉൾപ്പെടെ ജില്ലയിൽ ആകമാനം ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ധാർഷ്ട്യവും ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ധിക്കാരവും ഒക്കെ അങ്ങനെ CPIM ഉണ്ടെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 1000-ലധികം കേന്ദ്രങ്ങളിൽ നടന്ന നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ അത് വരേണ്ടിയിരുന്നല്ലോ. ഞങ്ങളങ്ങനെ ധിക്കാരമോ ധാർഷ്ട്യമോ ഒന്നും പ്രകടിപ്പിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്കങ്ങനെ ഗവൺമെൻറ് ഇരിക്കുന്നതിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിനയാന്വിതരുമാണ്. പിന്നെ വഞ്ചൂരിലെ സംഭവമാണ് ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. വഞ്ചൂരിലെ ഈ കോടതിയും അതോടൊപ്പം അവിടെ നിന്ന് പിന്നെ നമ്മുടെ മാതൃഭൂമി അടക്കം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന റോഡുണ്ട്. അതിനപ്പുറം പിന്നെ തമ്പാനൂരിലേക്കും ആയുർവേദ കോളേജിലേക്കും ഒക്കെ പോകുന്ന റോഡുണ്ട്, കൈതമുക്കിലേക്ക് പോകുന്ന റോഡുണ്ട്. അപ്പോൾ ഈ പ്രത്യേക ഈ യോഗം നടന്ന സ്ഥലത്ത് വാസ്തവത്തിൽ അവിടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ യോഗം നടക്കുന്ന ദിവസം അങ്ങനെ ഗതാഗത ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അപ്രകാരമുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ വേദി കെട്ടുന്നത്. ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. എന്നാൽ
അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സംഭവം ഉണ്ടാവുകയും പിന്നീട് വിവാദമാവുകയും കോടതിയിലടക്കം അത് പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ആകെ അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജില്ലയിൽ ആകമാനം, ഇപ്പോൾ ഞാൻ പറയണം, ഞാൻ തന്നെ കുറഞ്ഞത് ഒരു 10-30 യോഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചെറുതും വലുതുമായ യോഗങ്ങളിൽ പ്രസംഗിച്ച ആളാണ്. ഇപ്പോൾ ഇന്നലെ പോലും പിന്നീട് കാഞ്ഞിരംകുളത്ത് പിന്നെ സഖാവ് എ റഹീമും സരിനും അടക്കം പങ്കെടുത്ത വലിയ യോഗം ഉണ്ടായിരുന്നു. വിപുലമായ പരിപാടികളൊക്കെ ഞങ്ങൾ ജില്ലയിലുടനീളം സംഘടിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി. അത് ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ നിങ്ങളിപ്പോൾ CPIM-ലേക്കാണല്ലോ ചൂണ്ടുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ CPI-യുടെ പരിപാടിയെയും ഞാൻ പറഞ്ഞത് കോടതി അതല്ല സ്മൃതി, ഇതിലെ നിങ്ങളെ ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആണല്ലോ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് CPIM സംഘടിപ്പിച്ച ഒറ്റപ്പെട്ടതാണെങ്കിലും CPIM സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ ചർച്ച നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അവരുടെ ഉത്സവാഘോഷം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.